അനധികൃത കുടിയേറ്റക്കാരെന്നാരോപിച്ച് അമേരിക്കയിലെ ഇന്ത്യക്കാരെ വിലങ്ങിട്ട് നാടുകടത്തുന്ന ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യക്കാരെ അവിടുന്ന് നടതള്ളുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നിശബ്ദനാണ്. മറ്റൊരു രാജ്യത്ത് നമ്മുടെ ജനങ്ങൾ ക്രൂശിക്കപ്പെടുമ്പോൾ ഒരക്ഷരം മിണ്ടാതെ രാജ്യത്തെ ശതകോടീശ്വരന്മാരെയും പ്രമാണിമാരുടെയും താല്പര്യങ്ങൾക്ക് കാവൽ നിൽക്കുകയാണ് മോദി. അതുകൊണ്ടും തീർന്നില്ല. ആ ഏകാധിപതിയുടെ ആതിഥ്യം സ്വീകരിക്കാൻ യാത്രയായി കഴിഞ്ഞു. ഇന്ത്യക്കാരെ നാട് കടത്തിയിട്ടും ട്രംപിന്റെ നടപടിയെ മോദി ഒരു ഘട്ടത്തിലും ചോദ്യം ചെയ്തിരുന്നില്ല. ഒരക്ഷരം പോലും പ്രതികരിച്ചിരുന്നുമില്ല. ഇരു രാജ്യങ്ങളുമായും ആയുധ കച്ചവടം അടക്കമുള്ള പുതിയ കരാറുകളിൽ ഒപ്പിടുമെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. അമേരിക്കയുടെ വിനീത വിധേയനാണെന്ന് പ്രഖ്യാപിച്ച ശേഷമുള്ള സന്ദർശനത്തിൽ ആയുധ പ്രതിരോധ ഇടപാടുകൾ തന്നെയാണ് ലക്ഷ്യം. ലോകത്തെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി രാഷ്ട്രമാണ് ഇന്ത്യ. ഈ ആയുധങ്ങളിൽ അമേരിക്കയിൽ നിന്നുള്ളതിന്റെ വിഹിതം സമീപകാലത്ത് ഗണ്യമായി വർദ്ധിച്ചു വരുന്നുമുണ്ട്. അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടി അവരുടെ സൈനിക വ്യവസായ മേഖലയ്ക്ക് വലിയ കരുത്തു നൽകുന്ന രാജ്യമായിട്ടും ഇന്ത്യക്ക് അമേരിക്ക യൂറോപ്യൻ സഖ്യ രാഷ്ട്രങ്ങൾക്കോ നാറ്റോ കൂട്ടാളികൾക്കോ നൽകുന്ന പരിഗണന നൽകുന്നുമില്ല. അമേരിക്കയിലുള്ള 3.25 ലക്ഷത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ US സമ്പദ് വ്യവസ്ഥയിലേക്ക് പ്രതിവർഷം $770 കോടി സംഭാവന ചെയ്യുന്നത്. സ്റ്റെം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യ, എഞ്ചിനീയറിംഗ്, ഗണിതശാസ്ത്ര മേഖലകളിൽ അമേരിക്കൻ തൊഴിൽ സേനയിൽ 4/1 ഇന്ത്യയിൽ പഠിച്ചു പോയവരാണ്. ഇത്തരത്തിൽ അമേരിക്കയോട് നിവർന്നു നിന്ന് വിലപേശാൻ അനുകൂല ഘടകങ്ങൾ ധാരാളം ഉണ്ടായിട്ടും മോദി സർക്കാർ വേണ്ട രീതിയിൽ സംസാരിക്കുന്നില്ല. ട്രംപിന്റെ അതിതീവ്ര വംശീയ ഭ്രാന്തും കച്ചവട ആർത്തിയും ഒപ്പിയെടുക്കാൻ ശ്രമിക്കുന്നതല്ലാതെ ഇന്ത്യക്ക് വേണ്ടി വേണ്ട വിധത്തിൽ മോദി പ്രതികരിക്കുന്നേയില്ല. ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷം ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മിക്ക രാജ്യങ്ങളിലും കനൽ കോരുകയിടുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇത് ഇന്ത്യക്കും ബാധകമാകുമെന്ന് പ്രധാനമന്ത്രി അടക്കമുള്ള BJP കേന്ദ്ര നേതൃത്വം ചിന്തിക്കുന്നുമില്ല. കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്റ്റീൽ, അലുമിനിയം ഇറക്കുമതികൾക്ക് 25% തീരുവ ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ്. ഇതിനൊപ്പം തന്നെ പരസ്പരമുള്ള താരിഫുകൾക്കും മാറ്റമുണ്ടാകും. മറ്റ് രാജ്യങ്ങൾ US ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തുമ്പോൾ വിദേശ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തേണ്ടി വരുമെന്നർത്ഥം. ട്രംപ് പ്രസിഡന്റ് ആയ ശേഷം സന്ദർശനത്തിനെത്തുന്ന രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ് മോദി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവായിരുന്നു ആദ്യമെത്തിയത്. വിധേയത്വം ഏറെ പുലർത്തി ട്രംപിന് അടിമപ്പെടാതെ ഇന്ത്യയുടെ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബാധ്യസ്ഥനാണ്. ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മോദി സംസാരിക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം.